എൻ്റെ പേര് ജോസഫ്, ആലപ്പുഴ. ഞാൻ പറയുന്ന കഥയുടെ പേര് തോമസ് ശ്ലീഹ. ശാന്തമായ നീലക്കടൽ. കടലിന് കുളിര് പോലെ ജലപ്പരപ്പിൽ കുഞ്ഞോളങ്ങൾ ഇളകുന്നു. അവ വെയിലത്തിളങ്ങുന്നു. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്രാക്കപ്പലുകൾ സഞ്ചരിക്കുന്നു. കപ്പലുകളിലെ പാമരങ്ങൾ വിടരുന്നില്ല. പായകൾ അനങ്ങുന്നു പോലുമില്ല. കാരണം കാറ്റില്ല. കാറ്റില്ലാത്തപ്പോൾ പായ്ക്കപ്പലുകളുടെ സഞ്ചാരം സാവധാനത്തിലായിരിക്കും. തുഴച്ചിൽക്കാരുടെ തണ്ടുവലിയിലൂടെയും സഹകരണത്തിലൂടെയും പായ്ക്കപ്പലുകൾ മുമ്പോട്ട് നീങ്ങും. 120 പേർക്കും അവരുടെ ഭാരത്തിനടുത്ത് ചരക്കും കൊണ്ടുപോകാനുള്ള ഒരു കപ്പൽ ഇന്ത്യൻ തീരത്തേക്ക് വരുന്നുണ്ട്. 109 പേരാണ് കപ്പലിലുള്ളത്. കച്ചവടത്തിനായി ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നവരും മുമ്പ് പലതവണ വന്ന് പരിചയമുള്ളവരും ആ കപ്പലിലുണ്ട്. കപ്പലിൻ്റെ ഇരുവശങ്ങളിലും 40 വീതം തണ്ടുകൾ, പങ്കായങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള കപ്പലാണത്. 80 പേർക്ക് 2 വശങ്ങളിലും പടികളിൽ നിന്ന് തണ്ട് വലിച്ചു പോകാം. തണ്ട് വലിച്ച് ക്ഷീണിച്ചവർക്ക് വിശ്രമിക്കാം. ആ സമയത്ത് വിശ്രമം കഴിഞ്ഞവർക്ക് തുഴച്ചിൽ തുടരാം. കാറ്റില്ലാതെ വരുമ്പോൾ പായ്ക്കപ്പലുകൾ യാത്ര തുടരുന്നത് അങ്ങനെയാണ്. ഏലയ്ക്ക, കുരുമുളക്, കാപ്പി, തേയില, ചുക്ക് തുടങ്ങിയ മലഞ്ചരക്കുകൾ വാങ്ങുവാൻ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലാണത്. ചരക്ക് നിറയ്ക്കുവാനുള്ള ചാക്കുകൾ ഓരോരുത്തരും കരുതിയിട്ടുണ്ട്. പാകപ്പെടുത്തിയ ഭക്ഷണവും കഴിക്കുവാനുള്ള പഴങ്ങളും ഓരോരുത്തരുടെ ഭാണ്ഡങ്ങളിലുണ്ട്. കുടിക്കുവാനുള്ള വെള്ളം കപ്പലിലുണ്ട്. കപ്പലിലെ 109 യാത്രക്കാരിൽ ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ദീദിമോസ്. നീണ്ടു ചുരുണ്ട നരബാധിച്ചു തുടങ്ങിയ തലമുടിയും താടിയുമുള്ള ഒരു മനുഷ്യൻ, ഒത്ത മനുഷ്യൻ. മറ്റുള്ളവരോടൊപ്പം വർത്തമാനം പറയുവാനും ഭക്ഷണം കഴിക്കുവാനും കപ്പൽ തൊഴിയുവാനുമൊക്കെ അദ്ദേഹം കൂടുന്നുണ്ട്. ആ കപ്പലിലെ യാത്രക്കാർ എല്ലാം ദീദിമോസിനെ അറിയുന്നവരാണ്. ഗലീലിലും പരിസര പ്രദേശങ്ങളിലും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് പലരും അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കി അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു വ്യക്തിയാണ് ദീദിമോസ്, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ. ഗലീലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മലഞ്ചരക്ക് വാങ്ങാൻ പുറപ്പെടുന്ന 109 ആളുകളിൽ ഒരാളാണ് ദീദിമോസ്. ചരക്ക് വാങ്ങാൻ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളും ചരക്ക് വാങ്ങി തിരിച്ചു പോകുന്ന കപ്പലുകളുമൊക്കെ തുഴച്ചിൽക്കാർ ക്ഷീണിക്കുന്നതനുസരിച്ച് നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട്. കാറ്റ് കിട്ടിയാൽ പാമരം വിടരും. പാമരം വിടർന്നാൽ പായകൾ വലിച്ചു മുറുക്കി യാത്ര തുടരാം. പക്ഷേ ദീദിമോസ് ഉള്ള കപ്പൽ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ദീദിമോസിൻ്റെ ദൈവസ്തുതി പാട്ടുകളും പ്രാർത്ഥനകളും കപ്പൽക്കാർക്ക് ഉത്സാഹവും ശക്തിയുമായിരുന്നു. ഗലീലയിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടിട്ട് ആഴ്ചകളായി. കാലാവസ്ഥ അനുകൂലമല്ല, കാറ്റ് അനുകൂലമല്ല. അതുകൊണ്ട് ഇന്ത്യയിലെത്താൻ വൈകി. ഉത്സാഹത്തോടെ തണ്ടുവലിക്കുന്ന യാത്രക്കാർക്ക് കപ്പിത്താൻ നന്ദി പറയുന്നുണ്ടായിരുന്നു. വിശ്രമ സമയത്ത് ദീദിമോസ് തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു പുസ്തക ചുരുൾ നിവർത്തി വായിക്കുന്നുണ്ട്. ദൈവവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തക ചുരുളായിരുന്നു അത്. വായനയ്ക്ക് ശേഷം ദീദിമോസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാടുമായിരുന്നു. സഹയാത്രികർ കൂടെ പാടുമായിരുന്നു. കര കാണണമെങ്കിൽ ഇനിയും ദൂരങ്ങൾ താണ്ടണം. നീലാകാശം വലിയൊരു ചട്ടി കമഴ്ത്തി വെച്ചതുപോലെ കടലിൽ മുട്ടി നിൽക്കുന്നു. 4 ദിക്കിലും ചക്രവാളം തൊട്ടു നിൽക്കുന്നു കടൽ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും മനോഹര ദൃശ്യങ്ങളാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. വളരെ ദൂരെയായി ഇന്ത്യൻ തീരം കാണാറായി. തുഴച്ചിൽക്കാർക്ക് ഉത്സാഹം കൂടി. ഒരു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ കപ്പൽ കരയിലടുത്തു. കപ്പൽ ജീവനക്കാർ നങ്കൂരം കരയിലെ മണ്ണിൽ ഉറപ്പിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നടന്നു. യാത്രക്കാർ അവരുടെ വഴിയിൽ ഭാണ്ഡവും ചാക്കുകളും എടുത്ത് നടന്നു. ഇന്ത്യയിൽ കേരള തീരത്തിലുള്ള മുസിരിസ് പട്ടണത്തിലാണ് കപ്പലടുത്തത്.
വിദേശത്തു നിന്നും വന്ന പല വ്യാപാരികളും കടൽ തീരത്ത് കൂടാരങ്ങൾ കെട്ടി അതിൽ താമസിച്ചിരുന്നു. ദീദിമോസ് നല്ലൊരു ആശാരിയായിരുന്നു. തടിയിലും കല്ലിലും ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ഒരു ശില്പിയും കൂടിയായിരുന്നു. കടൽ തീരത്ത് കൂടാരം കെട്ടി താമസിക്കുന്ന നാട്ടുകാരെ പരിചയമുള്ളതുകൊണ്ട് അവർ പലരും ദീദിമോസിനെ അവരുടെ കൂടാരങ്ങളിൽ താമസിപ്പിച്ചു. പല കൂടാരങ്ങളിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് അവരോടൊക്കെ യേശുവിൻ്റെ സുവിശേഷം അറിയിച്ച് കുറേ പേരൊക്കെ ദീദിമോസിൻ്റെ ശിഷ്യന്മാരായി. അവരെയൊക്കെ ചേർത്ത് ചെറിയ ചെറിയ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടാക്കി. ഇങ്ങനെ ക്രിസ്തീയ സമൂഹം വിദേശികളുടെ കൂട്ടത്തിലെ ആയതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് നാട്ടുരാജാവിന് ഭരണ തലസ്ഥാനത്തിന് ഒരു കൊട്ടാരം പണിയുവാൻ ആഗ്രഹമുണ്ടായി. പടയന്മാർ നാടിൻ്റെ നാനാഭാഗങ്ങളിലും പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്തു. രാജകൊട്ടാരം പണിയുവാൻ കഴിവുള്ളവർ രാജാവിനെ മുഖം കാണിക്കണം. ദീദിമോസ് ഈ വിളംബരം അറിഞ്ഞു. രാജാവിനെ മുഖം കാണിച്ചു. ദീദിമോസിൻ്റെ ലാളിത്യവും വിനയവും പക്വമായ പെരുമാറ്റവും രാജാവിന് ഇഷ്ടമായി. ആശാരിയും ശില്പിയുമായ ദീദിമോസിനെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. പകൽ സമയത്ത് നാടുനീളെ നടന്ന് കൊട്ടാരം പണിയുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം. രാത്രിയിൽ കൊട്ടാരത്തിൽ വന്ന് വിവരങ്ങൾ അറിയിക്കണം, വിശ്രമിക്കണം, താമസിക്കണം. ദീദിമോസ് സമ്മതിച്ചു. കൊട്ടാരത്തിലെ മനോഹരമായ മുറി, രാമച്ചക്കിടയ്ക്കുള്ള കട്ടിൽ, വെള്ളി ലോഹത്തിൽ നിർമ്മിച്ച മനോഹരമായ ചിമ്മിനി വിളക്ക്. തൃപ്തിയായി കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ച് മുറിയിൽ വന്ന് പ്രാർത്ഥിച്ച് കട്ടിലിൽ കിടന്നുകൊണ്ട് ദീദിമോസ് തൻ്റെ ഗുരുവിനെ ഓർത്തു. എൻ്റെ യേശുനാഥൻ, എൻ്റെ എല്ലാമെല്ലാമായ ഗുരുനാഥൻ, ദൈവസ്നേഹവും പരസ്നേഹവും പഠിപ്പിച്ച ഗുരുനാഥൻ, അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കേണ്ടി വന്നാൽ അത് ഏറ്റവും വലിയ സ്നേഹമാണെന്ന് യേശു പഠിപ്പിച്ചു. നന്മ മാത്രം ചെയ്ത യേശുനാഥന് ശത്രുക്കളാണ് ഉണ്ടായത്. നീതിമാനായ തൻ്റെ ഗുരുവിനെ ശത്രുക്കളുണ്ടായതറിഞ്ഞപ്പോൾ തൻ്റെ ഗുരുവിനെ കൊല്ലാൻ ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് ദീദിമോസ് പറഞ്ഞു. യേശുവിനെ ദീദിമോസ് അത്രയധികമായി സ്നേഹിച്ചിരുന്നു. യേശുനാഥനെ ഹൃദയത്തോട് ചേർത്തിരുന്നു. യേശുനാഥനെ അന്നത്തെ ഭരണം ക്രൂശിച്ചു. നിരപരാധി കുറ്റവാളിയായി വിധിക്കപ്പെട്ടു. നിയമത്തിൻ്റെ ഉരുക്കുമുഷ്ടികൾക്ക് മുമ്പിൽ മറ്റുള്ളവർക്ക് കാഴ്ചക്കാരായി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. പകൽ സമയം ദീദിമോസ് നാടുനീളെ സഞ്ചരിച്ചു. രാജാവിന് കൊട്ടാരം പണിയണം, ലക്ഷണമൊത്ത സ്ഥലം കണ്ടുപിടിക്കണം. പക്ഷേ തനിക്കൊരു രാജാവുണ്ട്, തൻ്റെ ദൈവമായ രാജാവ്, രാജാതിരാജനായ ദൈവം. ദൈവരാജ്യം പണിയണം, ദൈവരാജ്യത്തിൻ്റെ കൊട്ടാരം പണിയണം. ദീദിമോസ് നടന്നു. പല സ്ഥലങ്ങളിലും ആൾക്കാരുടെ മുമ്പിൽ ദീദിമോസ് ദൈവവചനം, ദൈവത്തിൻ്റെ സ്നേഹം പ്രസംഗിച്ചു. അങ്ങനെ ഒരു പകൽ ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറയിൽ ദീദിമോസ് വിശ്രമിക്കുന്നു. തൊട്ടടുത്ത ക്ഷേത്രക്കുളത്തിൽ കുറേ ഹിന്ദുക്കൾ കുളിക്കുന്നു. അവർ കൈകളിൽ വെള്ളം കോരിയെടുത്ത് മുകളിലേക്ക് എറിയുന്നു. വെള്ളം വീണ്ടും കുളത്തിലേക്ക് വീഴുന്നു. അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനത്രേ. ദീദിമോസ് ആ കുളത്തിലേക്ക് ചെന്നു. അവരുമായി സംസാരിച്ചു. ദേവപ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ മുകളിലേക്ക് എറിഞ്ഞ വെള്ളം ദൈവം സ്വീകരിക്കാത്തത് എന്താണ്? ആ വെള്ളം തിരികെ കുളത്തിലേക്ക് വീഴുന്നുണ്ടല്ലോ. അവർ മുഖത്തോട് മുഖം നോക്കി. ദീദിമോസ് പറഞ്ഞു, ഞാൻ വെള്ളം മുകളിലേക്ക് എറിയാം, എൻ്റെ ദേവൻ ആ വെള്ളം സ്വീകരിക്കും, താഴേക്ക് പോരില്ല. ചിലർ കളിയാക്കി ചിരിച്ചു. ചിലർ അത് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ദീദിമോസ് തൻ്റെ ഭാണ്ഡം കുളത്തിൻ്റെ പടിയിൽ വെച്ചു. വെള്ളത്തിലിറങ്ങി കണ്ണുകൾ ഉയർത്തി യേശുനാഥനോട് പ്രാർത്ഥിച്ചു. കൈകളിൽ വെള്ളം കോരി മുകളിലേക്ക് എറിഞ്ഞു. അടുത്ത നിമിഷം മുകളിലെത്തിയ വെള്ളം അവരുടെ തലയ്ക്ക് മുകളിൽ
ജലത്തുള്ളികളായി ചിതറി നിന്നിരുന്നു. താഴേക്ക് വന്നില്ല. വീണ്ടും നിമിഷങ്ങൾക്കകം ആ വെള്ളത്തുള്ളികൾ അപ്രത്യക്ഷമായ വെള്ളം ദൈവം സ്വീകരിച്ചതാണെന്ന് ദീദിമോസ് പറഞ്ഞു. പലരും അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ചു. പലരും ദീദിമോസിൻ്റെ ശിഷ്യന്മാരായി. രാജകൊട്ടാരത്തിൽ വർത്തമാനമെത്തി. കൊട്ടാരം പണിയാൻ വന്ന ശില്പി ഒരു ദിവ്യ പുരുഷനാണ്. വാർത്ത രാജാവ് പറഞ്ഞു. രാജാവ് ദീദിമോസിനോട് രാജ്യം വിട്ടു പോകുവാൻ, കടൽ കടന്നു പോകുവാൻ കൽപ്പിച്ചു. ദീദിമോസ് കൊട്ടാരം വിട്ടു. തീരപ്രദേശത്ത് വിദേശികളായ കച്ചവടക്കാരുടെ കൂടാരങ്ങളിൽ രഹസ്യമായി ദീദിമോസ് താമസിച്ചു. ആ പ്രദേശങ്ങളിലെല്ലാം ദീദിമോസ് ദൈവരാജ്യം പ്രസംഗിച്ചു. പല പ്രദേശങ്ങളിലും ക്രിസ്തീയ സമൂഹങ്ങളുണ്ടായി. അവരുടെയൊക്കെ കൂട്ടായ്മകൾ ഒന്നിച്ചു കൂടുവാനും പ്രാർത്ഥിക്കുവാനും ചെറിയ ചെറിയ കൂടാരങ്ങളുണ്ടാക്കി. വിശ്വാസികളുടെ എണ്ണം കൂടിയതനുസരിച്ച് കൂടാരങ്ങളുടെ വലിപ്പം കൂടി. കൂടാരങ്ങൾ പിൽക്കാലത്ത് പള്ളികളായി. ദീദിമോസ് ദൂരദേശങ്ങളിൽ പോയി അവിടെയൊക്കെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശുവിൽ വിശ്വസിച്ച സമൂഹം അവർക്ക് പ്രാർത്ഥിക്കുവാനും ഒന്നിച്ചു കൂടുവാനും കൂടാരങ്ങളുണ്ടാക്കി. ആളുകളുടെ എണ്ണമനുസരിച്ച് കൂടാരങ്ങളുടെ വലിപ്പം കൂടി. അത് പിൽക്കാലത്ത് പള്ളികളായി. അങ്ങനെ കാലക്രമേണ പള്ളികളുടെ എണ്ണം വർദ്ധിച്ചു. അതോടൊപ്പം ദീദിമോസിനെ നശിപ്പിക്കുവാൻ ശത്രുക്കളുമുണ്ടായി. പലരും ഒളിപ്പോര് നടത്തി. ചിലർ ഒളിച്ചിരുന്ന് അമ്പെയ്തു. ചിലർ കല്ലെറിഞ്ഞു. ഭടന്മാർ വാളോങ്ങി വെട്ടാൻ ചെന്നു. ദീദിമോസ് ചെറിയ ചെറിയ പരിക്കുകളോടെ ഓടി രക്ഷപ്പെട്ടു. ദീദിമോസ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വനത്തിൽ കൂടി സഞ്ചരിച്ചു. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കുന്തം സ്വയരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചു. ജനവാസമുള്ളിടത്തെല്ലാം അദ്ദേഹം യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് ഈശ്വനാഥൻ ഏൽപ്പിച്ച ദൗത്യവുമായി ദീദിമോസ് നാടെങ്ങും സഞ്ചരിച്ചു. അങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പള്ളികൾ നിലവിൽ വന്നു. അപ്രകാരം 7 പള്ളികൾ കേരളത്തിൽ ഉത്ഭവിച്ചു. നിരണം, പാലയൂർ, നിലയ്ക്കൽ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, മാലിങ്കര എന്ന് 7 പള്ളികൾ. ശത്രുക്കൾ കേരളത്തിൽ വർദ്ധിച്ചതിനാൽ ദീദിമോസ് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കടുത്തുള്ള തിരുവിതാംകൂട്ടിൽ പോയി. അവിടെയും സുവിശേഷം പ്രസംഗിച്ചു. അവിടെയും ഒരു ചെറിയ സമൂഹമുണ്ടായി. അവിടെ ഒരു ചെറിയ പള്ളി നിലവിൽ വന്നു. അതാണ് അരപ്പള്ളി എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യയിൽ 7 പള്ളികളുണ്ടായി. തമിഴ്നാട്ടിലും ദീദിമോസിന് ശത്രുക്കളുണ്ടായി. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ദീദിമോസ് തയ്യാറായിരുന്നു. യേശുവിൻ്റെ കുരിശുമരണവും ഉയർപ്പും കഴിഞ്ഞ് മറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദീദിമോസ് അവിടെ ഇല്ലായിരുന്നു. ഗുരുനാഥനെ കാണുവാൻ സാധിക്കാത്ത നിരാശയുമായി അദ്ദേഹത്തിനുണ്ടായി. യേശുവിനെ നേരിൽ കാണണമെന്ന ദീദിമോസിൻ്റെ നിർബന്ധമായിരുന്നു. പിടിവാശിയില്ലായിരുന്നു. തൻ്റെ ഗുരുവിനെ നേരിൽ കണ്ട് വിശ്വാസമുറപ്പിക്കുവാൻ, കൂടുതൽ ആഴത്തിൽ യേശുവിനെ അറിഞ്ഞ സുവിശേഷം പ്രസംഗിക്കുവാനും വേണ്ടിയായിരുന്നു. യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ദീദിമോസ് ഉണ്ടായിരുന്നു. യേശു ദീദിമോസിനെ വിളിച്ചു, തോമ വരിക, എൻ്റെ വിലാവിൽ തൊടുക. തോമ യേശുവിൻ്റെ വിലാവിലെ മുറിവിൽ വിരൽ തൊട്ടു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ശിരസ് നമിച്ചു. യേശു പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പടയാളി കുന്തം കൊണ്ട് കുത്തിയ മുറിവിലാണ് തോമ വിരൽ തൊട്ടത്. അതേപോലെ കുന്തം കൊണ്ട് കുത്തപ്പെട്ട് രക്തസാക്ഷിയാകണമെന്ന് തോമ ആഗ്രഹിച്ചു. ചെന്നൈയിലെ മൈലാപ്പൂരിനടുത്ത് ചിന്നമലയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ശത്രുവിൻ്റെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് തോമ രക്തസാക്ഷിത്വം വഹിച്ചു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ ദീദിമോസ് എന്ന തോമയാണ് നമ്മുടെ തോമാ ശ്ലീഹ.
മൈലാപ്പൂരിനടുത്ത് തോമസ് ലീഹയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സാന്നിധ്യം ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.